നമസ്കാരം. റൈൽസ് ട്യൂബ് ഫീഡ് എന്നത് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളൊരു വാക്കാണ്. എന്താണ് റൈൽസ് ട്യൂബ് ഫീഡിങ്? ഒരു ട്യൂബ് മൂക്കിലൂടെ കടത്തി അത് വയറിലെത്തിച്ച് അതുവഴി പേഷ്യൻറ്റിന് ആവശ്യമായ ആഹാരം കൊടുക്കുന്ന രീതിയാണ് റൈൽസ് ട്യൂബ് ഫീഡിങ്. ഫുഡ് മാത്രമല്ല, നമുക്ക് മെഡിസിൻസും പേഷ്യൻസിന് ട്യൂബ് വഴി കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് പേഷ്യൻ്റെ വയറ്റിലുണ്ടെങ്കിൽ അത് ആസ്പിറേറ്റ് ചെയ്ത് കളയാനും നമുക്ക് റൈൽസ് ട്യൂബ് കൊണ്ട് സാധിക്കും. ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ റൈൽസ് ട്യൂബ് ഫീഡ് കൊടുക്കുന്ന പേഷ്യൻസിനെ നമുക്ക് വീടുകളിലും കാണാൻ സാധിക്കും. ക്യാൻസർ ബാധിച്ചവർ, കോമയിലായിരിക്കുന്നവർ, ആക്സിഡൻറ്റ് പറ്റി ചില പ്രത്യേക കണ്ടീഷനിൽ കിടക്കുന്ന ആൾക്കാർ, വായിലൂടെ ചവച്ചരച്ച ആഹാരം ഇറക്കാൻ പറ്റാത്ത ആൾക്കാർ, പിന്നെ പ്രായാധിക്യം മൂലം രോഗം ബാധിച്ച ആഹാരം ഇറക്കാൻ പറ്റാത്ത പേഷ്യൻസ്, ഇവർക്കെല്ലാം നമുക്ക് റൈൽസ് ട്യൂബ് ഇൻസർട്ട് ചെയ്യാവുന്നതാണ്. പലപ്പോഴും കൃത്യമായ ട്രെയിനിങ് കിട്ടാത്ത വ്യക്തികൾ പേഷ്യൻസിന് റൈൽസ് ട്യൂബ് ഫീഡ് കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. അത് പേഷ്യൻറ്റിനെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് എത്തിക്കാറുണ്ട്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സായിരിക്കും എപ്പോഴും റൈൽസ് ട്യൂബ് ഇൻസർഷൻ ചെയ്യാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് മാത്രമേ റൈൽസ് ട്യൂബ് ഇൻസർഷൻ എന്ന പ്രൊസീജിയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. വീട്ടിൽ റൈൽസ് ട്യൂബ് ഫീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. റൈൽസ് ട്യൂബ് ഒട്ടിച്ചിരിക്കുന്ന ഭാഗം നനയാനോ അത് ഇളകി പോകാനോ പാടില്ല. അതുകൊണ്ട് റൈൽസ് ട്യൂബ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗം എപ്പോഴും ഡ്രൈ ആയി തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഫീഡ് ചെയ്യുന്ന സമയത്ത് 45 to 90 ഡിഗ്രി ആംഗിളിൽ പേഷ്യൻറ്റിൻ്റെ ഹെഡ് എൻഡ് എലിവേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനായി നമുക്ക് ഒന്നുകിൽ ഹോസ്പിറ്റൽ കോട്ട് അല്ലെങ്കിൽ ബാക്ക് റെസ്റ്റ്, അതും ഇല്ലെങ്കിൽ കട്ടിയുള്ള 2 പില്ലോസ് ഉപയോഗിച്ച് പേഷ്യൻറ്റ് പൊസിഷൻ കൊടുക്കാവുന്നതാണ്. ഫീഡ് കൊടുത്തതിന് ശേഷം മിനിമം ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേഷ്യൻറ്റിനെ ഫ്ലാറ്റ് പൊസിഷനിലോട്ട് കിടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ കൊടുത്ത ഫീഡ് ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് മിക്സിയിൽ നന്നായി അരിച്ച് തരിയില്ലാതെ ലിക്വിഡ് ഫോമിലാക്കിയതിനു ശേഷം മാത്രമേ ഫീഡ് കൊടുക്കാവൂ. അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്ക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഫീഡ് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് ട്യൂബ് ഒന്ന് ഫ്ലഷ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അടുത്ത ഫീഡ് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഫീഡിൻ്റെ സബ്സ്റ്റൻസ് അതിനകത്ത് ബ്ലോക്കായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഓരോ പ്രാവശ്യത്തെ ഫീഡും അതിൻ്റെ കലോറിയും ക്വാണ്ടിറ്റിയും നിശ്ചയിക്കേണ്ടത് ഒന്നുകിൽ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പേഷ്യൻ്റ് റൈൽസ് ട്യൂബ് പുൾ ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ സമയങ്ങളിൽ റിസ്റ്റൈൻ പോളിസി നമുക്ക് ഡോക്ടറിൻ്റെ അറിവോടുകൂടി ഉപയോഗിക്കാവുന്നതാണ്. പേഷ്യൻ്റെ കൈകൾക്ക് ഡാമേജ് വരാത്ത രീതിയിൽ പേഷ്യൻ്റെ കൈകൾ ബന്ധിച്ച് റൈൽസ് ട്യൂബ് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ പേഷ്യൻ്റ് റൈൽസ് ട്യൂബ് പുൾ ഔട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റീപൊസിഷൻ ചെയ്യുന്നത് ഒരു ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെയോ സഹായത്തോടു കൂടി മാത്രമായിരിക്കും. ഒരു പ്രാവശ്യം ഒരു റൈൽസ് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 1 മാസം വരെ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോവുകയോ ബ്ലോക്ക് ആവുകയോ ചെയ്താൽ മാത്രം നമുക്കത് ഇടയ്ക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഫീഡ് കൊടുക്കുന്ന സമയത്ത് പേഷ്യൻ്റെ വയറിലോട്ട് എയർ പോകാതെ റൈൽസ് ട്യൂബ് പിൻ ചെയ്ത് വേണം ഓരോ പ്രാവശ്യം ഫീഡ് കൊടുക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കെയർ ആൻഡ് ക്യൂറിനെ സമീപിക്കുക. താങ്ക് യു.